എന്റെ മകൻ കുത്തം പറഞ്ഞാല് ഞാൻ വിശ്വസിക്കില്ല. എന്റെ മകൻ കൊല്ലുമില്ല. ഉമ്മായും പെങ്ങളും അവനും കൂടെ എന്നെ കണ്ടെന്താക്കി. 10 മാസം വയറ്റിൽ ചുമന്ന് പെറ്റതിന് ശേഷം നമ്മൾ പോറ്റിയെടുക്കുന്ന മക്കൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അവരുടെ മുഖം കാണുമ്പോൾ നമുക്കൊരു ആനന്ദമാണ്. അവരുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ നമ്മുടെ നെഞ്ചകം ഇടിക്കുന്നതാണ്. മനുഷ്യ, നീ അറിഞ്ഞോ അർഷിദ് എന്ന പൊന്നു മോന് സംഭവിച്ച ദാരുണ കഥ? ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലാകെ ഈ പൊന്നുമോന്റെ മുഖം കണ്ട് വിതുമ്പാത്തവരാരുമില്ല. 2 കൈയും ഒടിഞ്ഞ് ആ 2 കൈകളിലും ബ്ലാസ്റ്റർ ഇട്ട് ഏതോ ഒരു ഇൻഫ്ലുവൻസറോട് സംസാരിക്കുന്നിടയിൽ ആ മകന്റെ ഭാവങ്ങൾ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കേരള മനസാക്ഷിക്ക് നൽകിയത്. എൻ്റെ ഹൃദയ നൊമ്പരം കൊണ്ട് ചിലപ്പോൾ വാക്കുകൾ ഇടറിപ്പോയേക്കാം. എന്നാലും പ്രിയേ, ഒരിക്കലും പിഞ്ചു മക്കളോട് ഇത്തരം നീച പ്രവർത്തനം ചെയ്യല്ലേ. ഇതെല്ലാം ചെയ്തത് അഷ്കർ എന്ന ഒരു കൊടും ക്രിമിനലും അമ്മ എന്ന സ്ഥാനത്തിന് അർഹയില്ലാത്ത ഒരു നീച സ്ത്രീയും ഒക്കെ പോട്ടെ, കേരള സമൂഹം വിട്ടുകഴിഞ്ഞു. പക്ഷേ ഇതിനെല്ലാം ശേഷം ഈ അഷ്കറിൻ്റെ ഉമ്മയായ ഒരു പരട്ട കിളവി പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ കേട്ടിരുന്നോ? എൻ്റെ മകൻ അർഷിദ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചെറിയ വടിയെടുത്ത് തല്ലുമായിരുന്നു, ചിലപ്പോൾ ചവിട്ടുമായിരുന്നു. അപ്പോൾ ആ ചവിട്ടിൽ അവൻ തീർന്നു പോയതായിരിക്കാം. ഒരു കുഞ്ഞിൻ്റെ ദാരുണ മരണത്തെ പോലും മനസ്സിൽ തട്ടാൻ കഴിയാതെ തീർന്നു എന്ന വാക്കിൽ പറയാൻ കഴിഞ്ഞ ഈ നീച സ്ത്രീ സ്വന്തം മകനെ വെളുപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ആമിന എന്ന ഒരു പാവം സഹോദരിയെ ആമിന എന്ന ആ പാവം സ്ത്രീ ചെയ്ത തെറ്റ് അഷ്കർ എന്ന ഈ കൊടും ക്രിമിനലിൻ്റെ അല്ലെങ്കിൽ ക്രൂരതയുടെ പ്രതിബിംബമായ ഈ നായിൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നതാണ്. അവളെ ഇപ്പോൾ കോമ അവസ്ഥയിലേക്ക് മാറ്റിയത് ഈ പരട്ട സ്ത്രീയും അവരുടെ സഹോദരിയും ചേർന്നാണ് എന്നുള്ളത്. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടതിന് പിറകെ ഈ സ്ത്രീയുടെ മുഖം കണ്ട ആ നിമിഷത്തിൽ കണ്ണടപ്പമൊന്ന് കൊടുക്കാനാണ് കേരള മനസാക്ഷിക്ക് തോന്നിയത്. അല്ലെങ്കിലും ചില തള്ളച്ചിമാരുണ്ട്, മകൻ്റെ ഭാര്യയെ ഭരിക്കാൻ ശ്രമിക്കുന്നവർ മനുഷ്യ ജീവനാണ്, മനസ്സും ബോധവുമുള്ളവരാണെന്നുള്ള ചിന്ത പോലുമില്ലാത്ത ചില തന്തയ്ക്ക് പിറക്കാത്ത പറയേണ്ടത് മറ്റു വാക്കുകളാണ്. സൂഫി സഫർ എന്ന ചാനൽ നടത്തുന്ന ഞാൻ ചിലപ്പോൾ അതിര് കടന്നു പോയേക്കാം. ക്ഷമിക്കണം, ചിലപ്പോൾ വിഷമം എനിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരിക്കും. ഈ പന്ന പൊലയാടി മക്കളെയെല്ലാം എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം പെൺമക്കൾ ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂരത അനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം തള്ളച്ചിമാർ സ്വന്തം മകൻ്റെ ഭാര്യയായ ആരാൻ്റെ ഉമ്മ പോറ്റു വളർത്തിയ പൊന്നുമക്കളെ ക്രൂരതയുടെ മുഖഭാവത്തോടെ നോക്കിക്കാണാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇവരെയെല്ലാം സത്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അർഹമായ പ്രതിഫലം വാങ്ങി നൽകേണ്ടതാണ്. ഇത്തരം പ്രവണതകളൊന്നും നമ്മൾ കണ്ടു നിൽക്കാൻ പാടില്ല. എത്രയേറെ സ്ത്രീകളാണ് ഭർത്താവിൻ്റെയും ഭർത്തമാതാവിൻ്റെയും സഹോദരിയുടെയും ക്രൂര പീഡനങ്ങളാൽ ഇല്ലാതായത്. ഇത് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ മേലിൽ പോലീസ് കേസ്, കോടതിയിൽ മാസങ്ങൾ ഞാൻ കയറിയിറങ്ങേണ്ട അവസ്ഥ. നിങ്ങൾ ഏത് തരത്തിൽ എന്നെ പൂട്ടാൻ ശ്രമിച്ചാലും ഇത്തരം നഗ്നമായ സത്യങ്ങൾ വിളിച്ചു പറയുന്നതും തെറ്റായി കാണുന്ന ഒരു നിയമവ്യവസ്ഥ നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. എന്നാലും പോടാ പുല്ലേ, മരണം വരേക്കും തന്നെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുകയുള്ളൂ. ആന വന്നാൽ ആളെ കൊല്ലുകയല്ലേ ഉള്ളൂ, അതൊന്നും കളയുകയില്ലല്ലോ. ഇന്ന് വൈദ്യപരിശോധനയ്ക്കായി ഈ അഷ്കറിനെയും അഖിലയെയും കൊണ്ടുപോകുമ്പോൾ ജനരോഷം ഉയർന്നത് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്. ആ പിഞ്ചു കുഞ്ഞിനെ നോവിച്ച ഇവർക്ക് ചങ്ങല പവിപ്പിച്ച് അവരെ കഴുത്തിലിടണം സാർ. 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മ തന്നെ സ്വന്തം മകനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നു എന്ന വാർത്ത ഇവർ മനുഷ്യരാണോ എന്നുള്ളത് പോലും നമുക്ക് സംശയമാക്കി മാറ്റുന്നു. ഒരിക്കലും ആ പൊന്നുമോന്റെ മുഖം കാണുന്നവർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വാർത്തയാണ്.